ഇതെന്തൊരിപ്പാച്ച, നേരെ എത്രയായി? എന്താ ഇത്ര ആലോചിക്കുന്നേ? ഈ ചായ എങ്കിലും കുടിക്ക. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ ഭക്ഷണം പോലും വേണ്ടാത്തത്. അച്ഛനും കൂടി ഇങ്ങനെ തുടങ്ങിയ കഷ്ടമാണ്. ചായ കുടിക്ക. പലതും പറഞ്ഞ് മോൾ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. സമാധാനിക്കാൻ അച്ഛൻ സ്വയം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല മോളെ. കഴിയണം. അല്ലാതെ കഴിഞ്ഞതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കും. നമ്മൾ വേവലാതിപ്പെട്ടാലും ഇല്ലെങ്കിലും സംഭവിക്കും. പക്ഷേ അരുതാത്തത് മാത്രമേ നമുക്ക് സംഭവിക്കുന്നുള്ളല്ലോ മോളെ. ആര് പറഞ്ഞു? എനിക്ക് സിവിൽ സർവീസിന് കിട്ടിയത് അരുതാത്തതാണോ? ഒക്കെ അച്ഛന്റെ വെറും തോന്നല. സങ്കടങ്ങളും വേദനകളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറം നല്ലത് സംഭവിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതാ പ്രശ്നം. പക്ഷെ ഒരു തുലാസിലിട്ട് തൂക്കിയാൽ വേദനകൾക്കും വിഷമങ്ങൾക്കും ആവും എപ്പോഴും ഭാരക്കൂടുതൽ. മോള് പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാവാം അച്ഛൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നതാ മോളെ. ഞങ്ങൾക്കെല്ലാം ശക്തി തരേണ്ട അച്ഛൻ ഇങ്ങനെ തളർന്നു പോയാ ചേച്ചിയെ പോലെ തുടങ്ങുകയാണോ അച്ഛനും? ചേച്ചി എവിടെയാ? മുറിയിലുണ്ട്. മനസ്സ് വിഷമിപ്പിക്കാതെ സൂക്ഷിക്കേണ്ട കാലായത്. പക്ഷെ അതിന്റെ മനസ്സ് വിഷമം മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത്, അച്ഛൻ ചേച്ചിയെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം. സുഖേട്ടൻ വന്നു പോയതിൽ പിന്നെ കരച്ചില് തന്നെയാ. ഇന്ന് തന്നെ നേരെ ഇത്രയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഗ്രീഷ്മ ചേച്ചിയും കുറെ ശ്രമിച്ചതാ, പക്ഷേ. ഗ്രീഷ്മ പോയോ? ഉവ്വ്. അച്ഛൻ വന്ന് വിളിച്ച ചേച്ചി അനുസരിക്കും. ഈ ചായ കുടിക്ക. അടച്ചു വച്ചേക്ക്.
മോളെ, എന്താ മോളെ ഇത്? ഇനിയും തീർന്നില്ല നിന്റെ കരച്ചില്. എണീറ്റ് വന്ന എന്തെങ്കിലും കഴിച്ചേ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇനി എന്തെങ്കിലും അസുഖം കൂടി വരുത്തി വെക്കാനാണോ? വാ മോളെ, എണീക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ, എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ട. ചേച്ചി ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാതെ ഒന്ന് പുറത്തേക്കെങ്കിലും ഇറങ്ങ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ ഓരോ ചിന്തയും ആലോചന. എന്താ മോളെ, വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ മാത്രം ഇത്രമേൽ നീ ആലോചിച്ചു കൂട്ടുന്നേ? എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുഖുവിന്റെ കൂടെ പോകാൻ ഞാൻ നിർബന്ധിച്ചു. നേരാ, അതൊരച്ഛൻ്റെ മനസ്സ്. പക്ഷേ മോളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ മോളുടെ അടുത്ത തീരുമാനം ശരിയാ. അച്ഛനത് മനസ്സിലാവുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഉണങ്ങാത്തൊരു മുറിവല്ലേ മോളുടെ മനസ്സിനവൻ തന്നത്. സുഖുവിൻ്റെ കൂടെ പോകാൻ മോക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി ആരും അതിന് നിർബന്ധിക്കില്ല. അച്ഛൻ നോക്കിക്കൊള്ളാം മോളെ, ആവുന്നിടത്തോളം കാലം. പക്ഷേ അച്ഛൻ ഒരു കാര്യം ഉറപ്പാ, അവൻ ഇനിയും വരും. അത്രയേറെ മാറിയിട്ടുണ്ട് അവന്റെ മനസ്സ്. ഞാൻ കണ്ടതല്ലേ ആ മുഖം. വിളിച്ചിട്ട് കൂടെ ചെല്ലാതിരിക്കുക കൂടി ചെയ്തപ്പോ ബോധ്യമായിട്ടുണ്ടാവും അവന്. ഒരു മനുഷ്യജന്മം തന്നെയല്ലേ അവൻ്റെതും. അപ്പോ ഇനിയും വന്ന് വിളിച്ച ഞാൻ കൂടെ പോണെന്ന് തന്നെയാണോ അച്ഛൻ പറയുന്നത്? വേണ്ട, ഇതേ മനസ്സോടെയാണെങ്കിൽ അന്നും മോള് പോണ്ട. എത്ര കൂടെ കഴിഞ്ഞാലും പൊരുത്തപ്പെടാനാവില്ല. പക്ഷേ ഈ മനസ്സൊന്ന് മാറുമെങ്കിൽ, അവനോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ, അവൻ വന്ന് വിളിച്ചില്ലെങ്കിലും മോള് പോണം. ആരും നിർബന്ധിക്കാതെ തന്നെ. അത്ര മാത്രമേ അച്ഛൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുള്ളൂ. അച്ഛൻ ഉറപ്പുണ്ട് അങ്ങനെ ഒരു ദിവസം വരുമെന്ന്. അതുവരെ എൻ്റെ മോള് ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയൊന്നും നമ്മൾ തോറ്റുകൊടുക്കില്ല. പഴയ പോലെ തന്നെ നമ്മൾ ഇനിയും ജീവിക്കും. പണ്ടിതുപോലെ നിങ്ങളെയും കൊണ്ട് ഒരുപാട് നടന്നതല്ലേ അച്ഛൻ? വിശ്വസ് സാറിനൊന്ന് കാണണമായിരുന്നു. അകത്തേക്ക് ചെല്ലൂ. വാ. നമസ്കാരം. എന്ത് വേണം? ഇത് കൃഷ്ണകുമാറിന്റെ അമ്മയാ. അതിന് എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം സാറേ. ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ കാണാൻ പറ്റില്ലെന്ന്. പിന്നെന്തിനാ ഇപ്പൊ ഇവരെയും കൂട്ടി വന്നത്? എനിക്ക് അവനെ ഒന്ന് കാണണം സാറേ. ഒരു തവണ ഒന്ന് കണ്ടാൽ മാത്രം മതി. അവനെ ഇപ്പൊ കാണാൻ പറ്റില്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നമസ്കാരം. എന്ത് വേണം? ഇത് കൃഷ്ണകുമാറിന്റെ അമ്മയാ. അതിന് എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം സാറേ. ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ കാണാൻ പറ്റില്ലെന്ന്. പിന്നെന്തിനാ ഇപ്പൊ ഇവരെയും കൂട്ടി വന്നത്? എനിക്ക് അവനെ ഒന്ന് കാണണം സാറേ. ഒരു തവണ ഒന്ന് കണ്ടാൽ മാത്രം മതി. അവനെ ഇപ്പൊ കാണാൻ പറ്റില്ല. ഇവിടെ ഓരോ നിയമവും വകുപ്പും ഒക്കെ ഉണ്ട്. റിമാൻഡിലിരിക്കുന്ന പ്രതിയെ കാണാൻ സന്ദർശകരെ അനുവദിക്കാൻ പാടില്ല. അതൊന്നും അറിയാതെ വെറുതെ ഇങ്ങ് കയറി വന്ന് കാണണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞാ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. മനസ്സ് വയ്ക്കില്ല. ഞങ്ങൾ അച്ചായനെ കൊന്നവനാ. എന്റെ മോൻ ആരെയും കൊന്നിട്ടില്ല സാറേ. അവരത് ചെയ്യില്ല.
എന്നെ ഒന്ന് കാണാൻ സമ്മതിക്കും സാറേ. ഒരു പെറ്റ തള്ളയുടെ വേദന സാർ മനസ്സിലാക്കണം. എന്തിനാ നിങ്ങൾ ഇതുപോലുള്ളതിനെയൊക്കെ പറയാൻ പോയത്? അതല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്? ഞാൻ സാറിന്റെ കാല് പിടിക്കും. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം, ഒരു നോക്ക്, എന്നിട്ട് ഞാൻ പൊക്കോളാം. ദൈവത്തെ ഓർത്ത്. നിങ്ങൾ ഇവരെയും കൊണ്ട് പോണം. വിമലേ, ഞാൻ പോവില്ല. എന്റെ മോനെ കാണാതെ ഞാൻ പോവില്ല. അല്ലെങ്കിൽ സാർ എന്നെ പിടിച്ച് ജയിലിലിട്ടോ. ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ സാർ. ഛെ, ഇത് വലിയ ശല്യമല്ലോ. അരുണേ, എന്താ സാർ? ദാ ഇവർക്ക് ആ കൃഷ്ണകുമാരനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ പിന്നെ കഥയും പുരാണമൊന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ നേരെ അങ്ങ് വിട്ടോണം. ആ ചെല്ല്. വരൂ. ഏയ് എണീക്ക്, എണീക്ക്. ദാ തന്നെ കാണാൻ ആള് വന്നിരിക്കുന്നു. എന്റെ മോനെ അമ്മയൊന്ന് കാണട്ടടാ നിന്നെ. എത്ര നാളായി എന്റെ മോനെ ഒന്ന് കണ്ടിട്ട്. ഏയ് കരയല്ലേ അമ്മേ. ഒരുപാട് ഉപദ്രവിച്ചു അല്ല എന്റെ മോനെ. തല്ലി ചതച്ചു അല്ല എല്ലാരും കൂടെ. എന്ത് തെറ്റായിട്ട് എന്റെ ഈശ്വര എന്റെ മോനെ ഇങ്ങനെ. എന്താ അമ്മ ഇത്? അമ്മ കരഞ്ഞിങ്ങനെ അച്ഛനെ കൂടി വിഷമിപ്പിക്കല്ലേ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല. കരയില്ലേ അമ്മേ. അമ്മയ്ക്കറിയാം മോൻ അനുഭവിക്കുന്ന വേദന. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ ഇങ്ങനെ ശിക്ഷിക്കുന്നവരോട് ഈശ്വരൻ പോലും പൊറുക്കില്ല. ആ മതി മതി, ഇത്രയൊക്കെ കണ്ടാ മതി. വാ ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് നടക്ക്. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ആ മതി മതി, ഇത്രയൊക്കെ കണ്ടാ മതി. വാ ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് നടക്ക്. എന്തിനാ സാറേ എന്റെ മോനെ ഇങ്ങനെ തല്ലി ചതച്ച്? കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇത്രയും ക്രൂരത ആരോടും ചെയ്യരുത് സാർ. അല്ല താനെന്താ എന്നെ ഗുണദോഷിക്കാൻ വന്നതാ? ഈ ഉപദേശമൊക്കെ വേണ്ടുന്ന സമയത്ത് മകന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇതിനകത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരുമായിരുന്നോ? എന്നെ അവര് വേരം പിടിച്ചിട്ടിട്ട് എന്റെ മോനെ വിടാൻ പറ്റുമോ സാറേ?
ഇതങ്ങനെ തോന്നുന്നവരെ പിടിച്ചകത്തിടാനുള്ള സ്ഥലമല്ല. നിങ്ങളുടെ മകൻ ഒരാളെ കൊന്നു, അതിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ തീരൂ. വെറുതെ നിന്ന് സമയം കളയൊന്ന് പോരെ. അവരാരെയും കൊന്നിട്ടില്ല, ഒരു തെറ്റോ ചെയ്തിട്ടില്ല. വിളിച്ചോണ്ട് പോടോ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ. വിമലെ വാ, നമുക്ക് പോകാം. സാറേ, ഇനി എന്റെ മോനെ ഉപദ്രവിക്കരുത്. പാവം അവൻ. വിളിച്ചോണ്ട് പോടോ. ആ ആ എന്താടാ, നിന്റെ തന്തയും തള്ളയും കണ്ടില്ലേ? നിന്നെ ഒന്ന് കൺകുളിർക്കെ കണ്ടോട്ടെ എന്ന് കരുതി തന്നെയാ അവരെ ഇങ്ങോട്ട് കടത്തിവിട്ടത്. എന്തിനാടാ ആ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? കരഞ്ഞുകൊണ്ട് അതിൻ്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ആ പാവത്തിൻ്റെ വയറ്റിൽ തന്നെ മുളച്ചാണോടാ നീ? ഇനിയെങ്കിലും ഉള്ള കാര്യം നീ അങ്ങ് തുറന്നു പറ. വെറുതെ ഇനിയും വച്ച് നീട്ടി നിന്റെ ആയുസിൻ്റെ നീളം കുറയ്ക്കുന്ന എന്തിനാ? പറ. അന്ന് കല്യാണിയെ രക്ഷിക്കാൻ പോയ നീ അച്ചായനെ കൊന്നത് തനിച്ചോ അതോ അവളും കൂടെ ചേർന്നു? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിനക്കെല്ലാം അറിയാം. അതെല്ലാം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അച്ചായനെ കൊന്ന് അവിടുന്ന് രക്ഷപ്പെട്ട നീ പിറ്റേ ദിവസം പകല് മുഴുവനും അവളെയും കൊണ്ട് എവിടെയോ കറങ്ങി. നേരം ഇരുട്ടിയപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു. ശരിയല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? ഇല്ല സർ, ഞാനന്ന് കല്യാണിയെ കണ്ടിട്ട് പോലുമില്ല. അവൾക്കന്ന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ സർ ഞാൻ അവളെ അന്വേഷിച്ചു പോകുന്നത്? നീ അവിടെ പോകാതെയാണോ അന്ന് രാത്രി അവിടെ വെച്ച് നിന്നെ ഒരുത്തൻ കണ്ടെന്ന് പറഞ്ഞത്? കണ്ടു തന്നെ ആവില്ല സർ. അയാൾക്ക് ആള് തെറ്റിയതാ. അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്ന. എന്തിന്? അങ്ങനെ കൊടുക്കാൻ മാത്രം നിന്നോട് ആർക്കാ ശത്രുതയുള്ളത്? അതങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല. പിന്നെ ശത്രുക്കളല്ല മിത്രങ്ങളാണോ നിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഈ റിമാൻഡ് കാലാവധി തീരും മുമ്പ് നീ സത്യം പറഞ്ഞിരിക്കും. അതല്ല ശരീരം ഇനിയും നൊന്താലേ നീ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ കണ്ടതിനേക്കാൾ വലിയ മുറകൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് പോലീസിന്റെ കയ്യിൽ. മനസ്സിലാണോ? മമ്മി, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ടാ നീ പോകുന്നേ? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. അവിടെ എന്താ? എനിക്കൊന്ന് കാണണം അവനെ. ആരെ? ആ കിച്ചുനെ. എന്റെ ഡാഡിയെ കൊന്ന അവനെ എനിക്കൊന്ന് കാണണം.